Hi guys, welcome back to the YouTube channel. Today is day 21 of 150 day lead code challenge. നമ്മൾ ലൈവായിട്ടും അല്ലാണ്ടും ഒക്കെ ആയിട്ട് ഡെയിലി ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 150 ലീഡ് കോഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക. ആ 150 കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളും നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരും എല്ലാവരും ലീഡ് കോഡിനകത്ത് അതുപോലെ തന്നെ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിനകത്ത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ അറേ കവർ ചെയ്തു, 2 പോയിൻറ്റേഴ്സ് കവർ ചെയ്തു. ഇതായി ഇപ്പോൾ സ്ലൈഡിങ് വിൻഡോയിൽ എത്തി നിൽക്കുകയാണ്. അതോ ഇന്ന് നമ്മൾ സ്ലൈഡിങ് വിൻഡോയിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി 2 വീക്കായിട്ട് സ്ലൈഡിങ് വിൻഡോ പഠിക്കാനും അതുപോലെ തന്നെ എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത്. സോ ഇന്ന് എന്തായാലും നമ്മളൊരു മീഡിയം ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കാം. 3 ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ തന്നെ കാര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കാണാം 39,000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല റേറ്റിംഗ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താഴോട്ട് നോക്കാം. ഗിവൺ എ സ്ട്രിങ് എസ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് ഇത് ക്വസ്റ്റ്യനിലുള്ള പോലെയൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇൻപുട്ട് എസ് ഇവിടെ കാണുന്നുണ്ട്, എസ് എന്ന് പറയുന്നത് ഇൻപുട്ട് അല്ലേ. സോ ഈ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് 3 ആണ് തന്നിട്ടുള്ളത്. സോ റിപ്പീറ്റിംഗ് അല്ലാത്ത ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് കണ്ടുപിടിക്കണം. അതായത് എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ രണ്ടാമത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എ റിപ്പീറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ റിപ്പീറ്റിംഗ് അല്ലാത്ത ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു സ്ട്രിങ് ആണ്, ഇതിനകത്ത് ഒരു സ്ട്രിങ് വരുന്നതിനാണ് സബ്സ്ട്രിങ്. അപ്പോൾ എ ഒരു സബ്സ്ട്രിങ് ആണ് അല്ലേ. എ ഒരു ഈ സ്ട്രിങ്ങിനകത്ത് വരുന്നൊരു പർട്ടിക്കുലർ ക്യാരക്ടറാണ്. അപ്പോൾ അതൊരു സബ്സ്ട്രിങ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഒരു സബ്സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒന്നിൽ കൂടുതലോ ആയിട്ടുള്ള ഗ്രൂപ്പ്, അതെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സാധനത്തെയാണ് സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. ഒരുമിച്ചായിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എ ബി സി എന്ന് പറയുന്നത് ഒരുമിച്ചാണ്, എ ബി സി എ എന്ന് പറയുന്നത് ഒരുമിച്ചാണ്. പക്ഷേ എ ബി സി എയുടെ പ്രശ്നം എന്താ, എയും 2 വട്ടമുണ്ട്. സോ അത് റിപ്പീറ്റിംഗ് ആണ്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്കിത് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ ആ ലോജിക്ക്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മളിവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. സോ ബേസിക്കലി ഇതിനകത്ത് സബ്ബറെ കണ്ടുപിടിക്കലാണ് നമ്മുടെ ടാസ്ക് അല്ലേ. ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാം ബേസിക്കലി എന്താ, എ ബി സി ബി ബി. ഇതിൽ ലോങ്ങസ്റ്റ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്ട്രിങ് ഏതാണെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞൊരു സബ്സ്ട്രിങ് ഉണ്ട്, അത് ലോങ് ആണ്, അത് റിപ്പീറ്റിംഗ് ആയിട്ടൊന്നുമില്ല. പക്ഷേ എ ബി സി എ പറ്റില്ല. എന്തുകൊണ്ടാണ്, റിപ്പീറ്റിംഗ് ആയി, എ ഓൾറെഡി റിപ്പീറ്റിംഗ് ആണ്. അതുപോലെ റിപ്പീറ്റിംഗ് അല്ലാത്ത സബ്സ്ട്രിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബി സി തന്നെയാണ് ലോങ്ങസ്റ്റ്. കാരണം പിന്നെ എന്താ, ഇവിടെ ഒരു എ ബി സി വരുന്നുണ്ട്, അതും 3 തന്നെയാണ് അതിൻ്റെ മാക്സിമം ലെങ്ത് വരുന്നത്. പിന്നെ ഇവിടെ സി എ ബി എന്ന് പറയുന്ന ഒരെണ്ണം വരുന്നുണ്ട്, അതും 3 തന്നെയാണ്. സോ ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 3 തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അതിൻ്റെ കോഡാണ് എഴുതേണ്ടത്. ഇത് നമുക്കിങ്ങനെ ചുമ്മാ റാൻഡമായിട്ട് നോക്കി എഴുതാൻ പറ്റില്ല അല്ലേ. കോഡ് എഴുതുമ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു സ്ട്രാറ്റജി വേണം. സോ ബേസിക്കലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഇതിനകത്തു നിന്ന് മാഗ്നിഫൈ ചെയ്ത് നമുക്കിങ്ങനെ ഓരോ റീജിയനായിട്ട് ഇങ്ങനെ നോക്കി പോകാൻ പറ്റണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ സീക്വൻഷ്യൽ ഓഫ് എന്താ പറയുക ഡേറ്റയ്ക്കകത്ത് നിന്ന് ഒരു ഏരിയ മാത്രം ഇങ്ങനെ നമ്മൾ ലോജിക്കലി അനലൈസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു വിൻഡോ, അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ലിസ്റ്റിനകത്തു നിന്ന് ഒരു വിൻഡോ പോർഷൻ മാത്രം നോക്കി പോകുന്ന ഒരു മെത്തേഡിനെയാണ് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ലൈഡിംഗ് വിൻഡോ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ചെറിയ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയിട്ട് ചെക്ക് ചെയ്യാം. സോ എന്തായാലും ഇവിടെ നമുക്ക് ബേസിക്കലി സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ച് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് ഒരു പോയിൻ്ററാണ് അല്ലേ. ഒരു ലെഫ്റ്റ് പോയിൻ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇതൊരു വിൻഡോ ആണല്ലോ അല്ലേ. ഇതൊരു വീടാണെങ്കിൽ ആ വീടിനൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ എന്ന് പറയുന്നത് അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഉണ്ട്, ഒരു എൻഡിങ് പോയിൻറ്റും ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ആ ഒരു വിൻഡോ
തുടങ്ങുന്നത് ഇവിടുന്ന് തന്നെയാണ്, ഓൾവേസ് ലെഫ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ച് ആ ഒരു ലെഫ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഓബ്വിയസ്ലി ഫസ്റ്റ് പോയിൻ്റർ പി എന്ന് പറയുന്നൊരു പോയിൻ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്നൊരു പോയിൻ്റർ ഉണ്ടാവും അല്ലേ. ലെഫ്റ്റ് എന്ന് പറയുന്നൊരു പോയിൻ്റർ ഉണ്ടാവും, അത് നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് റൈറ്റ് എന്ന് പറയുന്ന പോയിൻ്ററിനെ നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഇവിടെ നിർത്തിക്കൊണ്ട് റൈറ്റിനെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞാൽ ആ വിൻഡോ ഇത്രയേ ഉള്ളൂ. റൈറ്റിനെ പിന്നെ മൂവ് ചെയ്ത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ വിൻഡോ നീണ്ട് പോവാണ്. അതിൻ്റെ നമുക്ക് ആവശ്യാനുസരണം എന്തും ചെയ്യാം, ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇപ്പുറത്തോട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വിൻഡോ ഇങ്ങനെ ബേസിക്കലി പറയാൻ നീക്കി കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ലോങ്ങസ്റ്റ് നോൺ റിപ്പീറ്റിംഗ് സബ്സ്ട്രിങ്. ലോങ്ങസ്റ്റ് നോൺ റിപ്പീറ്റിംഗ് സബ്സ്ട്രിങ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വിൻഡോ മൂവ് ചെയ്യേണ്ട ലോജിക്ക് നമ്മൾ അതിനനുസരിച്ച് എഴുതേണ്ടി വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പോർഷൻ ഞാൻ ഒന്ന് റിമൂവ് ചെയ്യാം. So നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ. ലെഫ്റ്റ് പോയിൻ്റർ എന്ന് പറയുന്നത് നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റ് പോയിൻ്റർ ലൂപ്പ് ചെയ്ത് പോവുക. 0യിൽ നിന്ന് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് അവസാനം വരെ പോകുമ്പോഴാണ് നമ്മൾ ആ വിൻഡോ എൻഡ് ആവുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് പോയിൻ്റർ മൂവ് ചെയ്യാനുള്ള ലോജിക്ക് നമുക്ക് എഴുതണം. അതിനു മുമ്പ് നമുക്ക് ചുമ്മാ ഗോ ത്രൂ ചെയ്യാം അല്ലേ, ഒരു സ്യൂഡോ കോഡ് പോലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ എത്തി. ഓക്കെ, ഇതാണ് നമ്മുടെ വിൻഡോ എന്ന് വിചാരിക്കുക, ഈ കാണുന്ന പോർഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന വിൻഡോയിൽ നമ്മൾ നോക്കും. എ എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് അല്ല, സിംഗിൾ ക്യാരക്ടറാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് വേണം, നമുക്കിതിൻ്റെ ലെങ്താണ് വേണ്ടത് അല്ലേ. ഏറ്റവും ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ്ങിൻ്റെ ലെങ്താണ് വേണ്ടത്. അപ്പോൾ ലെങ്ത് സ്റ്റോർ ചെയ്യാൻ, മാക്സിമം ലെങ്ത് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ വേണം. ആദ്യം മാക്സ് ലെങ്ത് നമ്മൾ 0 ആക്കി വെക്കും. ഓക്കെ, ഇനി നമ്മൾ എ എന്ന് പറയുന്ന ഒരു സബ്സ്ട്രിങ് റിപ്പീറ്റിംഗ് ആണോ എന്ന് നോക്കും. റിപ്പീറ്റിംഗ് ആണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ റിപ്പീറ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഒരു സെറ്റ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ആ സെറ്റിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഓരോ ക്യാരക്ടേഴ്സും അല്ലേ, അതുപോലെ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എ എന്ന് പറയുന്നതിനെ എടുത്തു, ഈ സെറ്റിലുണ്ടോ എന്ന് നോക്കി. ഇല്ലെങ്കിൽ നമ്മൾ എ സെറ്റിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മാക്സ് ലെങ്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് 1 ആക്കി കൊടുക്കുന്നു, കാരണം ലെങ്ത് 1 ആണ്. റിപ്പീറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ബിയിലോട്ട് പോയി, ബി എന്ന് പറയുന്നതിനെ നമ്മൾ ഈ സെറ്റിൽ ആഡ് ചെയ്യുന്നു. ബി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതല്ല അല്ലേ, റിപ്പീറ്റിംഗ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലെങ്ത് നമ്മൾ 1 എന്നുള്ളത് 2 ആക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് നടക്കുന്നത് എങ്ങനെയാണ്, ഈ എല്ലാം അവിടെ പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് റൈറ്റ് പോയിൻ്റർ ഇങ്ങനെ നീക്കി പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. അടുത്ത പോയിൻ്ററിലോട്ട് റൈറ്റ് പോയിൻ്റർ എത്തി, സിയിലെത്തി. സി എന്താണ്, ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ സി ഇതിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ലെങ്ത് റിപ്പീറ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലെങ്ത് അപ്ഡേറ്റ് ചെയ്യും. 3 നമ്മുടെ മാക്സ് ലെങ്ത് അപ്ഡേറ്റ് ചെയ്യും. നിലവിലുള്ള ലെങ്തിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴത്തെ ലെങ്ത് എങ്കിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, എല്ലാം ശുഭമായിട്ട് പോയി. ഇവിടെ എത്തി. അടുത്ത പോയിൻ്റർ, അതായത് റൈറ്റ് പോയിൻ്റർ പിന്നെ ലൂപ്പ് ചെയ്ത് നമ്മൾ അടുത്തതിലോട്ട് എത്തി. ലെഫ്റ്റ് പോയിൻ്റർ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് പോയിൻ്റർ 0യിൽ തന്നെയാണ്. റൈറ്റ് പോയിൻ്റർ നമ്മളിപ്പം 0, 1, 2, 3യിലെത്തി അല്ലേ, റൈറ്റ് പോയിൻ്റർ 3യിലെത്തി. അപ്പോൾ ഇവിടെ എന്താ പറ്റിയേ, ആ എ കിട്ടി. എ നമ്മളെടുത്ത് ഇവിടെ നോക്കി, ക്യാർ സെറ്റിൽ നോക്കിയപ്പോൾ ഓൾറെഡി ക്യാർ സെറ്റിൽ എ ഉണ്ട് അല്ലേ. അപ്പോൾ അത് റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ റിപ്പീറ്റിംഗ് ആണെങ്കിൽ എന്താ ചെയ്യുക, റിപ്പീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ നമ്മൾ ഈ എ ഇവിടെ നിലനിർത്തിയിട്ട് ഈ വിൻഡോ കൊണ്ടുപോയിട്ട് കാര്യമില്ല അല്ലേ. പിന്നെ ഈ വിൻഡോ ഇങ്ങനെ കൊണ്ടുപോയി നോക്കിയിട്ട് കാര്യമുണ്ടോ, ബിക്കോസ്
ഓൾറെഡി ഒരു ക്യാരക്ടർ ഇവിടെ റിപ്പീറ്റിംഗ് ആയിട്ട് വന്നു. സോ ഒബ്വിയസ്ലി ഈ ഇവിടെ അതായത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അതിന് മുമ്പായിട്ട് ഈ ഒരു വിൻഡോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ നിൽക്കുന്ന വിൻഡോയിൽ പിന്നെ അർത്ഥമില്ല. കാരണം ലോങ്ങസ്റ്റ് എന്താ പറയുക നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വിൻഡോ ആണ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, ചെക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അല്ലേ. സോ ഒബ്വിയസ്ലി നമുക്ക് അടുത്തൊരു സ്ട്രാറ്റജി വേണം. എന്തിന്? യെസ്, വെൻ റിപ്പീറ്റിംഗ് ക്യാരക്ടർ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റിമൂവ് ആവണം അല്ലേ. അപ്പോൾ ഇവിടുന്ന് റിമൂവ് ആവണം. ഒരു പക്ഷേ ഇവിടെ അല്ല, ഇവിടെ ആയിരുന്നെങ്കിലോ, അതായത് ബി ആണ് ആദ്യം, രണ്ടാമതായിരുന്നെങ്കിലോ ആദ്യത്തെ ക്യാരക്ടർ റിമൂവ് ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാരണം ബി ആയിരിക്കും അവിടെ അല്ലേ. രണ്ടാമത്തെ ക്യാരക്ടർ മാത്രം റിമൂവ് ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാരണം സബ്സ്ട്രിങ് അല്ലല്ലോ, ഇതിനിടയിലല്ലേ റിപ്പീറ്റിംഗ് വന്നത്. അപ്പോൾ ഇതും ആദ്യത്തെ ക്യാരക്ടറും വേസ്റ്റ് ആയില്ലേ അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ റിമൂവ് റിപ്പീറ്റ് ജസ്റ്റ് ക്യാരക്ടർ ഫ്രം ദ ലെഫ്റ്റ് അല്ല, റിമൂവ് ആൾ ക്യാരക്ടർ പ്രിസീഡിങ് അല്ലേ. ആ ക്യാരക്ടറിന് മുമ്പായിട്ടുള്ള ക്യാരക്ടർ ഉൾപ്പെടെ എല്ലാം പോകണം. അതായത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ റിപ്പീറ്റ് ആവുമ്പോൾ ആ റിപ്പീറ്റ് ആവുന്ന ക്യാരക്ടർ ഇതിന് മുമ്പ് എപ്പോഴാണോ ഒക്കർ ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും റിമൂവ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വട്ടം തന്നെ ഒക്കർ ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. പോട്ടെ, അടുത്തതിലോട്ട് പോയി. ഇപ്പോൾ എന്തായാലും നമ്മൾ എന്തായി റിമൂവ് ചെയ്ത് കളഞ്ഞു അല്ലേ. റിമൂവ് ആയി പോയി, ഇവിടെ വെട്ടിക്കളഞ്ഞ്. ഇപ്പോൾ എന്തായി സ്ലൈഡിങ് വിൻഡോ എങ്ങനെ റിമൂവ് ആയാൽ മാത്രം പോരാ, റിമൂവ് ആയാൽ മാത്രം പോരാ അല്ലേ. നമുക്ക് ലെഫ്റ്റ് പോയിൻ്റർ മൂവ് ചെയ്യാനുള്ള ടൈമായി. ലെഫ്റ്റ് പോയിൻ്റർ പൊളിയല്ലേ. റൈറ്റ് പോയിൻ്റർ ഓൾവേസ് ലീനിയർ ആയിട്ട് ഫോർ ലൂപ്പ് ഇട്ട് നമ്മൾ മൂവ് ചെയ്യും. ലെഫ്റ്റ് പോയിൻ്റർ മൂവ് ചെയ്യുന്ന എപ്പോഴാണോ റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് എത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. റിമൂവ് ആവുന്നതല്ല, റിപ്പീറ്റിംഗ് ആയിട്ട് വന്ന ക്യാരക്ടർ റിമൂവ് ആവുന്നത് വരെ ഇത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റിമൂവ് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ BCA റിപ്പീറ്റിംഗ് ആണോ? അല്ല, റിപ്പീറ്റിംഗ് അല്ല, കാരണം മറ്റേത് റിമൂവ് ആയി. മാക്സ് ലെങ്ത് 3 ആണ്, മാക്സ് ലെങ്ത് സ്റ്റോറായി. അടുത്തത് അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോയിൻ്റർ എത്തി അല്ലേ, C4 ആക്കി. ലെഫ്റ്റ് എന്ന് പറയുന്നത് 1 ആക്കി. അപ്പോൾ ഇവിടെ എന്താ റിപ്പീറ്റിംഗ് ആണ്. B ഓൾറെഡി ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? B എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ എവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയും? നമ്മുടെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും അല്ലേ. ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ വിൻഡോയിൽ നിന്ന് റിമൂവ് ചെയ്തൊക്കെ കളയേണ്ട കാര്യമുണ്ടോ അല്ലേ. ഇതൊരു ലിസ്റ്റിൽ നിന്ന് പോപ്പ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് നമ്മുടെ പോയിൻ്റർ മൂവ് ചെയ്താൽ പോയി. യെസ്, ആക്ച്വലി ഞാൻ ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം എന്നാണ് കേട്ടോ. സെറ്റിൽ നിന്ന് നമ്മളിത് റിമൂവ് ചെയ്ത് കളയും, എന്നിട്ട് പുതിയ B സെറ്റിലോട്ട് ആഡ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ ആ വിൻഡോ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വിൻഡോ ഇങ്ങോട്ട് മൂവ് ആയി. ലെഫ്റ്റ് പോയിൻ്റർ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് പോയിൻ്റർ നമ്മൾ മൂവ് ചെയ്തു. ക്യാബ് എന്നുള്ളതാണ് സ്റ്റിൽ 3 തന്നെയാണ് മാക്സിമം ലെങ്ത്. സ്റ്റോർ ചെയ്തു. ഇതേ സംഭവം ഇങ്ങനെ മൂവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. എവിടെയാണ് C റിപ്പീറ്റിംഗ് ആയി. C ഇവിടെ നിന്ന് നമുക്ക് റിമൂവ് ആയി. ABC പിന്നെയും അടുത്ത പോയിന്റിലോട്ടെത്തി. ABC B റിപ്പീറ്റിംഗ് ആയി അല്ലേ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ ലോജിക്ക്, അതായത് ABC എന്ന് പറയുമ്പോൾ നമ്മളിതാ B മാത്രം റിമൂവ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ആ ഒരു സ്ലൈഡിങ് വിൻഡോ തീരുന്നത് വരെ അതായത് ഈ പോയിൻ്റ് ഏതാണോ റിപ്പീറ്റിംഗ് ക്യാരക്ടർ, ആ റിപ്പീറ്റിംഗ് ക്യാരക്ടർ എത്തുന്നത് വരെ നമ്മൾ മൂവ് ചെയ്യണം പോയിൻ്റർ. ആൻഡ് ഓൾസോ നമ്മൾ റിമൂവ് ചെയ്ത് കളയും, B റിമൂവ് ചെയ്ത് കളയും. പോയിൻ്റർ അത്രയും വട്ടം മൂവ് ചെയ്യും. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമ്മുടെ ലാസ്റ്റ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തതിലോട്ട് പോയത് B പിന്നെ റിപ്പീറ്റിംഗ് ആയി. സോ നമ്മൾ എന്ത് ചെയ്യും? B എത്തുന്നത് വരെ C റിമൂവ് ചെയ്യും, B റിമൂവ് ചെയ്യും, B മാത്രമായിട്ട് ബാക്കി വന്നു. സോ ഇതാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു ലോജിക്ക് കോഡിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും.
ബേസിക്കലി ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു ക്യാർ സെറ്റ് ഡിഫൈൻ ചെയ്യും, ആ ഒരു എന്താ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. സോ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് പോയിൻ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലെഫ്റ്റ് പോയിൻ്റർ 0-യിലാണ്. ഇവിടെ റൈറ്റ് പോയിൻ്റർ ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ മറ്റേ 2 പോയിൻ്റർ പോലെ. കാരണം റൈറ്റ് പോയിൻ്റർ നമ്മൾ ഫോർ ലൂപ്പ് ഇട്ട് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് അല്ലേ. സോ നമുക്ക് വേറെ എന്താ ഡിഫൈൻ ചെയ്യേണ്ടത്? ലെഫ്റ്റും റൈറ്റും ആണ്. അപ്പോൾ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാം, ഐ മീൻ ഫോർ ലൂപ്പ് എഴുതാം. എസിൻ്റെ ലെങ്ത് തീരുന്നത് വരെ നമുക്കിത് ലൂപ്പ് ചെയ്യണം. സോ R(s) ഓഫ് ലെങ്ത് ഓഫ് എസ്. സോ നമുക്കിവിടെ അറിയാം, എന്താ പറയുക, ഈ ക്യാരക്ടർ റിപ്പീറ്റിംഗ് ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്നും ആ സെറ്റ് ചെയ്യുന്നത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അല്ലേ. അത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് S(r) ക്യാർ സെറ്റിലുണ്ടെങ്കിൽ അല്ലേ, ലെഫ്റ്റ് പോയിൻ്ററിലുള്ള സാധനം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ആ ഒരു ക്യാരക്ടർ എത്തുന്നത് വരെ. അതാണ് വൈൽ ലൂപ്പ് ഇട്ട് റൺ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററിനെ മൂവ് ചെയ്ത് കൊണ്ടുവരും. ഇനിയിപ്പോൾ അതില്ലെങ്കിലോ നമ്മൾ എന്താ ചെയ്യുക? ഷാർ സെറ്റ് ഡോട്ട് ആഡ് അല്ലേ, ആ സെറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ട സാധനം എന്താണ് അല്ലേ? മാക്സിമം ലെങ്ത് ആണ് അല്ലേ. സോ മാക്സിമം ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് മാത്രമല്ല, ആദ്യം നമുക്കൊരു 0 ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യണം. അവിടെ മാക്സ് ലെങ്ത് നമ്മളിവിടെ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം ഇപ്പം നിലവിലുള്ള ഇതുണ്ടല്ലോ, ലെങ്തിൻ്റെ മീൻസ് നിലവിലുള്ള വിൻഡോയുടെ ലെങ്തും മുമ്പത്തെ വിൻഡോയുടെ ലെങ്തും, അതായത് മാക്സ് ലെങ്തിൽ ഓൾറെഡി കിടക്കുന്ന വാല്യൂവും ഏതാണ് മാക്സിമം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കണം. അതിന് നമ്മൾ നിലവിലുള്ള വിൻഡോയുടെ ലെങ്ത് എങ്ങനെ അറിയാം? റൈറ്റ് മൈനസ് ലെഫ്റ്റ് അല്ലേ, +1. അതാണ് നിലവിലുള്ള വിൻഡോയുടെ ലെങ്ത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ്, നമ്മൾ റൈറ്റ് എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ലെഫ്റ്റ് റിമൂവ് ചെയ്യും, +1 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ലെങ്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാക്സ് ലെങ്തിൽ ഓൾറെഡി ഉള്ളതും ഇപ്പോൾ ഉള്ള വിൻഡോയുടെ ലെങ്ത് നമ്മൾ കണക്ക് കൂട്ടി നോക്കും. ഏതാണോ വലുത് നമ്മൾ അത് മാക്സ് ലെങ്തിലോട്ട് സ്റ്റോർ ചെയ്യും. സോ ഇങ്ങനെ ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും മാക്സ് ലെങ്ത്. സോ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ്. സോ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ.